എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നലത്തെ മനോരമ പത്രത്തിലൊരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. PSC CPO റാങ്കുകാരുടെ സമരം അടുത്ത റാങ്ക് ലിസ്റ്റ് പകുതിയാക്കി വെട്ടിച്ചുരുക്കി. കഴിഞ്ഞ CPO പട്ടികയിൽ 13,975, പുതിയതിൽ 6,647. അപ്പം നമുക്കറിയാം കഴിഞ്ഞ 61 ദിവസമായിട്ട് ഈ CPO റാങ്കുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടുള്ള സത്യാഗ്രഹമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. നിരാഹാര സത്യാഗ്രഹം, പിന്നെ ശയന പ്രദർശനം, മഴ നനഞ്ഞുകൊണ്ടുള്ള സത്യാഗ്രഹം, പിന്നെ നായകളെ കണക്ക് ഇങ്ങനെ കയറാൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സത്യാഗ്രഹം, ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള സത്യാഗ്രഹം, അങ്ങനെ നിരവധി സൈസിലുള്ള സമരമുറകൾ അവർ കാഴ്ചവെച്ചു ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂളയിൽ നിൽക്കുന്ന ഈ സമയത്ത് പോലും ഇത്രയും വിദ്യാർത്ഥികളുടെ, ഇത്രയും ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു കണ്ണുനീരിന് മുന്നിൽ നമ്മുടെ സർക്കാർ കണ്ണു തുറന്നില്ല. അവര് പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള മട്ടിൽ അവരങ്ങ് നിൽക്കുകയാണ്. ഇവര് മോഡി സർക്കാരിന്റെ നിയമന നിരോധനത്തിനെതിരെയൊക്കെ ഭയങ്കര ഘോരഘോരം സംസാരിക്കുകയും അതിനെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്യുന്ന ഈ മോദിയെ വിമർശിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: നിയമന നിരോധനമാണ് മോഡിയുടെ മുദ്രാവാക്യം. റെയിൽവേയില്, പട്ടാളത്തില് ഒന്നിലും നിയമനം നടത്തുന്നില്ല, അങ്ങനെ ഉദ്യോഗാർത്ഥികളെ പീഡിപ്പിക്കുക എന്നാണ്. അവർ ഈ രാപ്പകൽ ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് ഓരോ കോച്ചിങ് സെന്ററിലും ഒക്കെ പോയി അല്ലാതെയൊക്കെ പഠിച്ച് ഈ റാങ്ക് ലിസ്റ്റ് കയറിയ ആൾക്കാരുടെ റാങ്ക് ലിസ്റ്റാണ് പാതി വഴിക്ക് അവർ കാലാവധി നീട്ടാതെ ഇത്രയും ആയിരക്കണക്കിന് പേരെ തെരുവിലേക്ക് എറിഞ്ഞ് നിന്നത്. അപ്പം അവരെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത പുതിയ റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നു. ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ ശല്യം ഓർത്തിട്ടാണ് അവർ അടുത്ത റാങ്ക് ലിസ്റ്റ് പകുതിയാക്കി വെട്ടിച്ചുരുക്കുന്നത്. അപ്പം ഇതിനെ സംബന്ധിച്ച ഒരു കാർട്ടൂണാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിന്റെ റഫ് ഇതാണ്. നമ്മൾ ഈ ഒരു കുട്ടികൾക്കുള്ള ഒരു മത്സരത്തിന്റെ ഇനമല്ലേ ഈ റൊട്ടി കടിക്കുക എന്ന് പറഞ്ഞ ഒരു മത്സരമുണ്ട്. അപ്പം ഈ ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ഈ റൊട്ടി കടിപ്പിക്കുക എന്നുള്ള ഈ മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഈ റൊട്ടി ഇങ്ങനെ പിടിച്ച് വലിച്ച് മേളിലേക്ക് താക്കുകയും പൊക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥി ഇങ്ങനെ ചാടി നോക്കുവാണ് കടിച്ചിട്ട് കിട്ടാനായിട്ട്. ഇത് CPO റാങ്ക് ലിസ്റ്റാണ് ഈ റൊട്ടി. അപ്പം നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
ഇത് റൊട്ടിയാണ്, കടിച്ച് ഇത് തൂക്കിയിട്ടിരിക്കുന്ന റൊട്ടിയാണ്. അപ്പം അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞ് ഈ സർക്കാർ ഇങ്ങനെ ഇവിടെ ചാടിക്കളിപ്പിക്കുകയാണ്. ഈ റൊട്ടി അടിക്കാനായിട്ട് ഒരു ചാടുകയാണ്. ഇന്നത്തെ ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു.